ഏത് ഭഗവാനെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ പറയുന്നു ഒരു ദൈവമെന്ന്, എന്നാൽ ഞാൻ പറയുന്നു അങ്ങനെ അല്ലെന്ന്. രണ്ട് ദൈവമുണ്ട്. ഒന്ന് നമ്മളെ ഉണ്ടാക്കിയ ദൈവം, മറ്റൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ദൈവം. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമുക്കാർക്കും അറിയില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ദൈവം കാശുള്ളവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കാശില്ലാത്തവനെ ദൈവം സഹായിക്കില്ല. ഇങ്ങനെ ചെയ്യുന്നവരാണോ ദൈവം എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ ചോദിച്ച പോലെ 10K ലൈക്സിന്റെ മുകളിലായിട്ടുണ്ട് നമ്മുടെ പാർട്ട് 1 കാണാത്തവരെന്തായാലും വേഗം പോയി കണ്ടുവരാം. എന്നാലും ചെറുതായിട്ടൊരു ഐഡിയയിലും കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? तुम्हारे सब के लिए बड़ा बदतमीजी है। ब्लू 17 प्रो में दूसरा भी ले, ऐसे ध्यान से पकड़। चल दूर से बना लेना, क्या इधर से वाइड एंगल ले ले। भाई मेरे बाबू ने दिवाली पे मुझे 17 प्रो मैक्स दिया है। हम क्या के मांग लेते हैं ना, इसलिए നോക്കിയൊന്നും പോരാ, ദൈവത്തിന് 17 Pro Max തന്നെ വേണം. ദീപാവലി ഗിഫ്റ്റ്. ദൈവത്തെ മുന്നേ കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ചെറിയ സാധനങ്ങളൊന്നും ഗിഫ്റ്റ് ആയിട്ട് പോരാ, വലുത് തന്നെ വേണം, വലിയ വലിയ ഐറ്റംസ്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. എന്തായാലും 17 Pro Max ഒക്കെ കിട്ടിയിട്ട് PUBG കളിക്കട്ടെ. അടുത്തതായി മായൻകുട്ടി ഉസ്താദിന്റെ ചുട്ടകോഴി പറപ്പിക്കൽ പ്രയോഗം. കാലൊക്കെ എന്തായാലും തടവി കൊടുക്കണം കേട്ടോ. എടാ പെട്ടെന്ന് നീക്കലടാ, ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ആകാ നീച്ചു പോണു. ഒരു മാസത്തെ പ്രാക്ടീസ് ആവൂലേ. ചെക്കൻ നശിപ്പിച്ചൊന്നായാലും. അയ്യന്റെ മോനെ, മമ്മൂട്ടി പോണ പോലെ പോണ്. ഇതെന്റെ കൊച്ചുമോനാ. 6 മാസമായി. സ്നാനപ്പെടുത്താൻ പോവാ. ഒരു വാക്ക് പറയണം. ഇവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. 1900 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പ്രവർത്തിക്കുകയും റോമാ ഗവൺമെന്റിന്റെ ശിക്ഷപ്രകാരം അവനെ തൂക്കിക്കൊല്ലുകയും മൂന്നാം ദിവസം റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്ത് പോയി ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ജീവിക്കുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, അതെ വിശ്വസിക്കുന്നു എന്ന വായു തുറന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് പറയാണ് അതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമൊഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും. അതാണ് വിശ്വാസ സ്നാനം. അമ്മാന്ന് വിളിക്കാനാവാത്ത കൊച്ച് ഞാൻ വിശ്വസിക്കുന്നു. എടാ ഞങ്ങളും തിന്നുന്നത് അൽഫാമും മന്തിയൊക്കെ തന്നെയാണോ? എടാ നമ്മുടെ ലഡ്ഡുമുത്തി ആളുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയ ശേഷം കുറെ ഫാൻസ് അല്ല ഭക്തര് പോയിട്ടുണ്ട് വീട്ടിക്ക് ഫാൻ ദൈവത്തെ ആരാധിക്കാൻ. പതിവ് പോലെ ആള് ഫാനൊക്കെ കറക്കി ഇനിയിപ്പോ അനുഗ്രഹം കൊടുക്കും. ഇന്നത്ര കളക്ഷൻ കിട്ടിയെന്നാ പോലെ. എന്നാലോ വയ്യാത്ത മാമനെ പിടിച്ച് നീയൊക്കെ ലഡ്ഡുമുത്തിയാക്കി കളഞ്ഞല്ലോടാ. രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർ കൊണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർ കൊണ്ട്.
പാടത്തിലൂടെയാണോ നിന്റെ രസം, അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം, നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗ്ഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം, അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വകവാഇബ അത്റാബാ, നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമ്മളെ ഉസ്താദേ, അള്ളാഹു ആണ്, അല്ലാതെ മാമനല്ല നിനക്ക് പെണ്ണിനെ ഉണ്ടാക്കി തരാൻ. മനസ്സിലായോ? അവരുടെ തലച്ചോറ് മൊത്തം ചവഞ്ഞു പോയി. തലയോട്ടി എടുത്തു മാറ്റി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു. ഡോക്ടർ പറഞ്ഞു പുള്ളി സംസാരിക്കത്തില്ല. എന്നിട്ട് ഐസിയുവിൽ കിടക്കുമ്പം ഞാൻ യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. വലതുവശത്തെ തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് ഞാൻ കൊണ്ട് പോലും ശരിയാകും. 3 മാസം കൊണ്ട് ആളും വെല്ലിപ്പോവാ. തലച്ചോറ് പോയ മനുഷ്യൻ എങ്ങനെയാടാ ജീവിക്കുക? ഒന്നല്ലെങ്കിൽ അവര് പറഞ്ഞതിന്റെ തെറ്റ്, അല്ലെങ്കിൽ നമുക്ക് വട്ട്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. നിനക്ക് തൂക്കിട്ട് തന്നാൽ ആട്ടൊക്കെ ആട്ടുക. അപ്പൊ തന്നെ ചികിത്സ റെഡി ആവൂട്ടോ. ദൈവമാണ്, അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തലയിലല്ലാന്ന് മാത്രം. ബാഗിൽ ഒരുത്തര അവിടെ ചപ്പാത്തി വരുത്തുന്നുണ്ട്. അതിന്റെ ബാഗിലായ അമ്മയാണോ അമ്മായിയാണോ നിൽക്കുന്നുണ്ട്. നമ്മളീ പൂരത്തിനൊക്കെ ഫോട്ടോ എടുക്കില്ലേ, വീഡിയോ ഒക്കെ, അതേപോലെ ഒരുത്തിയുടെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കണ്ടേ. അമ്മയോ അനുഗ്രഹം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ, നല്ല അനുഗ്രഹം കൊടുക്കുന്നത്. നന്നായി വരട്ടെ. ആമീൻ. അയ്യോ അല്ല, ശാന്തി ശാന്തി. മാറിപ്പോയി. നാച്ചുറൽ സർബത്ത് ഉണ്ടാക്കുന്ന ഒരു മാമനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണാം. എല്ലാവർക്കും തരാം, വെയിറ്റ് ചെയ്യൂ. എന്താ എല്ലാവരും കൊടുക്കണ്ടേ? ഞാൻ സർബത്ത് കുടിക്കാൻ എല്ലാരും വെയിറ്റിംഗ് ആണ്. അമ്മന്റെ സർബത്ത് ട്രൈ ചെയ്യേണ്ടവർക്ക് പോവാട്ടോ. പുതിയ ദൈവാണ് തേങ്ങ ദൈവം. തേങ്ങക്കാൾ ഇങ്ങനെ ആക്കിയിട്ട് പൊന്തിക്കും. എന്നിട്ട് എന്തൊക്കെ പരിപാടിയാണ് എന്നിട്ടിങ്ങനെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. താഴെയാണ് ആള് കാണിച്ചു തരുന്നത്, പക്ഷെ മുകളിലാണല്ലോ കെട്ടിയിറക്കുന്നത്. അറിയാണ്ട കൈ കൊണ്ടാപ്പോ അനങ്ങരുത് എന്നാ പറയുന്നു. നൂല് കണ്ടോ നിങ്ങള്? നൂല് ദൈവാണേ, അനുഗ്രഹിക്കണം. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ നിങ്ങൾ ആ ഈച്ചയെ മുക്കിയിട്ട് പുറത്തേക്കെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് കാരണം? ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധവുമുണ്ട്. അതുകൊണ്ട് ഈച്ച ഒരു ചിറക് കുത്തിയിട്ടാണ് വെള്ളത്തിൽ വീഴുക. നീ എന്ത് ചെയ്യണം? അതിനെ മുഴുവൻ മുക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞോ. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഔഷധം വേണ്ടവർ മുക്കിയിട്ട് വെള്ളം കുടിച്ചോ. ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ വേണ്ട, ഉസ്താദിന്റെ ഈച്ച കുടിച്ചാ മതിയേ. ഫുള്ളും ക്വസ്റ്റ്യൻ വായിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്സ് തലേ പോലും കയറില്ല, ക്വസ്റ്റ്യൻ പോലും വായിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നിട്ട് ഈ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ ഇടത്തെ കൈ കാശുരൂപം പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചുമ്മാ ഓരോരോ ഓപ്ഷൻ ഞാൻ ടിക്കറ്റ് 50 ക്വസ്റ്റ്യനാണ് 2 മാർക്ക് വെച്ച് 100 മാർക്കി ഞാൻ 45 ക്വസ്റ്റ്യനും കറക്കി കുത്തി. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കുത്തുന്നതോറും മാതാവ് എന്ന് പറഞ്ഞാൽ കുത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ അപ്പോൾ എനിക്ക് തോന്നി തോക്കും എനിക്കറിയത്തില്ല തോക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെയുള്ള ചേച്ചിമാർക്ക് അറിയായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ എന്തോരം പാടാണ്.
എന്നിട്ട് വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞടാ റിസൾട്ട് വന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അവനോട് പറയണ വേണ്ട നോക്കണ്ട കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ നമ്പർ അവൻ്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എൻ്റെ നമ്പർ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. സെൻട്രൽ ഗവൺമെന്റ് ആവില്ല, പറ്റിക്കൽ ഗവൺമെന്റ് ആവും. ഒരുത്തിന് ഐഫോണിലൊക്കെ കളിക്കട്ടെ, പുതിയ ഐഫോൺ ദൈവമാണ്. കാലൊക്കെ കഴുകി കൊടുക്കണം നന്നായിട്ട്. ബാബയാണ് ബാബ, നന്നായി വാ മോനെ. വെള്ളം കുടിക്കുന്നു. साक्षात माता आ गई है. इस वीडियो को ज्यादा से ज्यादा शेयर कीजिए. आप लोग से बोलेंगे देखिए साक्षात माता आ गई है. ऐसा रूप आप कभी भी नहीं देखे होंगे. എന്താ വയ്യേ ഇതൊക്കെ എന്താ സിനിമയൊക്കെ എടുക്കാത്ത? എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും വ്യക്തമായിട്ടില്ല. എന്തെങ്കിലും ആചാരമാവാം, ദൈവമല്ലേ. വേറെ എവിടേക്കും പോണ്ട, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നടക്കുന്ന ഒരു സംഭവം നമുക്കൊന്ന് കാണാം. കാലുവേദന മാറാനായിട്ട് ഇതായി കാണുന്ന പോലെ പപ്പടം ചവിട്ടൽ വഴിപാട് നടത്തുന്ന ഒരു ക്ഷേത്രം നമ്മുടെ സ്വന്തം തൃശ്ശൂരുണ്ട്. കാച്ചിയ പപ്പടം ഭഗവാന്റെ മുമ്പിൽ ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ കാല് സംബന്ധമായുള്ള അസുഖങ്ങളൊക്കെ മാറുന്നതാണ് ഇവിടെ വരുന്ന ഭക്തരുടെ വിശ്വാസം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് മുള്ളൂർക്കര എന്നൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ ഇരുന്നിലങ്കോട് ശിവക്ഷേത്രത്തിലാണ് ഈ ഒരു വ്യത്യസ്തമായ നേർച്ചയുള്ളത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്ററാണ് ഈ ഒരു അമ്പലത്തിലേക്ക് ഉണ്ടാവുക. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടാവട്ടോ. പപ്പടം ചവിട്ടൽ മാത്രമല്ല ചോല് വഴിപാടും വളർത്തുന്ന സമർപ്പണം കുട്ടികളെ നടക്കിയെടുത്തൽ എന്നിങ്ങനെ കുറെ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ച് ഫ്രണ്ട്സിനൊക്കെ വെച്ചെടുക്കാൻ മറക്കണ്ടാട്ടോ. നമുക്കപ്പോ വീണ്ടും കാണാല്ലേ. ഒന്നും പറയല്ല, നമ്മുടെ സ്വന്തം കേരളത്തില്, അതും തൃശ്ശൂര് നടക്കട്ടെ. കഴിക്കുന്ന ഭക്ഷണം കാലുകൊണ്ട് അല്ല, അങ്ങനെ ചവിട്ടി പൊളിച്ചിട്ട് അവർക്ക് കാല് വേന മാറുകയാണെങ്കിൽ മാറട്ടെ, അതല്ലേ നല്ലത്. നമ്മളതിന് കുറ്റം പറയാനൊന്നുമില്ല, കുറ്റം പറയണമില്ല. അവനവന്റെ വിശ്വാസം നന്നാവട്ടെ. +2 തോറ്റ ഏതോ ചെക്കനാട്ടോ, പഠിക്കണില്ല എന്ന് കണ്ടപ്പോ പിടിച്ച് ദൈവാക്കിയതാ. വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ 10K ലൈക്സ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 15K മുകളിൽ തന്നു. വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.